എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ യജമാനനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. തീമോഥെയോസിനെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാമത് വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്ക എന്നുള്ള വചനമാണ്. ഓരോ യൗവനക്കാരോടും ഓർപ്പിച്ചുണർത്തുന്നത്, യൗവനകാലമെന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെയും തിമിർപ്പിൻ്റെയും ഒക്കെ കാലമാണെന്നും, എന്തും പറയുവാനും എന്തും ചെയ്യുവാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ആഴമായി കടന്നുകൂടുവാൻ സാധ്യതയുണ്ടെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് ഓർപ്പിക്കുന്ന വാക്കുകൾ 11-ാം അധ്യായം 9-10 വചനങ്ങൾ. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് അറിയുക. അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, യൗവനക്കാർ അവർക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കും വഴികളിലേക്കുമൊക്കെ പോവുകയും ആനന്ദത്തോടെ ജീവിക്കണമെന്നുള്ള, അവർക്ക് മനസ്സിനകത്ത് ആഗ്രഹമുണ്ടാകുന്ന നിലകളിൽ മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരാണെന്നും, എന്നാൽ ഒരു ദിവസം നിങ്ങൾ ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഓർക്കണമെന്നും ശലോമോൻ ഓർപ്പിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ പറയുമ്പോഴും, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ ഓർത്തുകൊള്ളണം. ദുർദിവസങ്ങൾ വരികയും നിനക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന ഒരു കാലഘട്ടം നിന്റെ മുൻപിലേക്ക് കടന്നു വരുമെന്നും നീ ഓർക്കണമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ വാക്കിനകത്ത് ജ്ഞാനിയായ മനുഷ്യൻ പറയുന്നത്, നിന്റെ യൗവനകാലത്ത് നിന്റെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിൽ വരുമ്പോൾ ഒരു ന്യായവിധി വരുന്നു എന്നോർത്ത് അടങ്ങിപ്പാർക്കാൻ ഉത്സാഹിക്കണം എന്നതാണ്. പിന്നെ എങ്ങനെ ജീവിക്കണം? നിന്റെ വാക്ക്, നിന്റെ നടപ്പ്, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ നിർമ്മലത, ഇതെല്ലാം വിശ്വാസികൾക്ക് മാതൃകയാകുന്ന തലത്തിൽ നീ ജീവിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ യൗവനകാലത്ത് നീ തുച്ഛീകരിക്കപ്പെടാത്തവനായി നിനക്ക് ജീവിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മറ്റുള്ളവർ നമ്മെ തുച്ഛീകരിക്കാതിരിക്കേണ്ടതിന് നാം വിശ്വാസ സമൂഹത്തിന് മാതൃകയുള്ളവരായി വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മതയിലും നടപ്പാനായിട്ട് നമുക്ക് ഉത്സാഹിക്കുന്നവരായി തീരാം. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം എന്നുള്ള ആഴമായ ചിന്തയും സമർപ്പണത്തോടും കൂടി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യമുള്ള, ഞങ്ങളുടെ സൗന്ദര്യമുള്ള, ഞങ്ങളുടെ പണമുള്ള, ഞങ്ങളുടെ പ്രതാപമുള്ള കാലത്ത് ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിച്ചിട്ട്
ആരും ഞങ്ങളെ തുച്ഛീകരിച്ച് കളയാതിരിക്കേണ്ടതിന് ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരും ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും താഴ്മയോടും വിശ്വാസ സമൂഹത്തിനും മാതൃകയുള്ളവരുമായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.